അപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വനിതം ഓണസദ്യയിൽ ഇന്ന് മാങ്ങാച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അത്യാവശ്യം പുളിയുള്ള മാങ്ങയുടെ ഏകദേശം ഒരു 3/4 കിലോ മാങ്ങയുടെ ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കുനുകുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇവിടെ അരിഞ്ഞ് വെച്ചതാണ്. ഇതിലേക്ക് ഏകദേശം ഒരു 2.25 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളക് ഒരു 4 പച്ചമുളകോളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് വെക്കണം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാങ്ങ, ഇതിൽ മാങ്ങയുണ്ട്, ഉപ്പുണ്ട്, അതുപോലെ പച്ചമുളകുണ്ട്. ഇതൊരു നല്ല പാത്രത്തിലേക്ക്, ഓണമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ട്രഡീഷണലായിട്ട് ഒരു ഉരുളിയിലേക്ക് ഞാനിങ്ങനെ മാറ്റാണ്. ഇതിലേക്ക് നമ്മളിനി പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി. അത് അധികം കൂടെ എരിവില്ലാത്തതായാൽ നന്നായി, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. ഓൾമോസ്റ്റ് ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ അധികം എരിവ് വേണ്ട എന്നുള്ളവർക്ക് 3 സ്പൂൺ എന്നുള്ളത് 2 സ്പൂൺ ആക്കിയിട്ട് കുറയ്ക്കാം. അതല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണവും കുറയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം, ഇത് ഉലുവപ്പൊടിയാണ്, 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർക്കണത്. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഇട്ടു, നന്നായിട്ട് ഈ പൊടികൾ മിക്സ് ചെയ്യാണ്. ഫ്ലെയിം ഇപ്പോഴും നമ്മൾ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. പൊടികൾ നന്നായി മിക്സ് ആക്കണ വരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം നന്നായി മിക്സ് ആയിട്ടുണ്ട്. മുളക് പൊടിയും ഉലുവപ്പൊടിയും കായവും. ഇനി ഞാൻ പതുക്കെ ഫ്ലെയിം ഓൺ ചെയ്യാണ്. യെസ്, സിമ്മിലിടുകയാണേ, വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കൽ നിർത്തരുത്, കാരണം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അടി പിടിച്ചാൽ അത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പൊടികളുടെ ഒരു പച്ച മണം മാറണ വരെ നമ്മളിങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് സമയം എടുക്കും. ഒരു 1-1.5 മിനിറ്റോളം നമ്മളിത് ഇളക്കി കഴിഞ്ഞാൽ ഇത് അടി പിടിക്കാതെ നമുക്ക് ആ പച്ചമണം മാറിയിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു പരുവത്തിൽ കിട്ടും. ഓ, മണം വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ മണം വരുന്നുണ്ട്. കടായി നല്ലോണം ചൂടായി, അതുപോലെ തന്നെ പൊടികളും നന്നായിട്ട് ചൂടായി. ഓക്കെ, നമ്മുടെ പൊടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതൊന്ന് കുറച്ചൊന്ന് ആറട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഇങ്ങനെ തീയെല്ലാം കത്തിച്ച് ഈ ഒരു ഉരുളി തന്നെ വയ്ക്കാം. ഓണമൊക്കെ ആയതുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു നല്ലൊരു പാനായാലും മതി. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിക്കാൻ പോവാണ്. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് അതൊന്ന് ചെറുതായിട്ടിങ്ങനെ മൂപ്പായിട്ട് വരണം. ഉരുളി ചൂടാവണം, എണ്ണ മൂപ്പാവണം. ഇതൊക്കെ കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് കടക്കും. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എണ്ണ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കടുക് നന്നായി ഇങ്ങനെ പൊട്ടി വരണം. കടുക് ആഡ് ചെയ്തിരിക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യും. ഒരു പിടി കറിവേപ്പില ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, എന്താ വേണം, ഒരു മുരു എന്നുള്ള ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി പതുക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണേ. ഈ മാങ്ങയുടെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സമയമെടുത്ത് ഞാൻ ചെയ്യണം കേട്ടോ.
ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാണ്. സിമ്മിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഫ്ലെയിം സിമ്മിൽ തന്നെയാണ് ഉള്ളത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും നല്ല മണം വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പം അത് കൈ കൊണ്ട് പിടിച്ച് തന്നെ ഇടാൻ പറ്റും. ഈ പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനേ. പൊടിയും കൂടി ആഡ് ചെയ്ത് ഒരു 2-2.5 3 3 മിനിറ്റോളം ഇത് നന്നായി ഒന്ന് ഇളക്കി എല്ലാം നല്ല ഭംഗിയായിട്ട് മിക്സായി പാകത്തിന് വരുമ്പോഴേക്കും നമ്മുടെ ഓണം സ്പെഷ്യൽ വനിതം ഓണം സദ്യയുടെ മാങ്ങ അച്ചാർ റെഡിയാണ്. മണം വരുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, സിമ്മിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉള്ളത്. ഓൾമോസ്റ്റ് ആയി. ഇത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കിത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ബാക്കി കറികളൊക്കെ കൂട്ടി നല്ല അസലൊരു മാങ്ങാച്ചാറ് ഓണത്തിന് കഴിക്കും. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഏകദേശം 1 മാസത്തിൽ കൂടുതൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതാക്കുന്ന ഒരു പാത്രം എന്ന് പറയുന്നത് അത് നല്ലൊരു ചില്ലുകുപ്പിയിൽ, അതും വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഒരു ചില്ലുകുപ്പിയിലാക്കി നല്ല ടൈറ്റായിട്ട് അടച്ച് അങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. ഇനി അത് മാത്രമല്ല, നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂണിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം വെള്ളം വന്നാൽ ചിലപ്പോൾ പൂപ്പിൽ പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കൂടാതെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ പുറത്തേക്ക് വേണ്ടിയിട്ട് നമുക്കിത് അയച്ചു കൊടുക്കണം എന്നാണെങ്കിൽ അതിനൊരു വേറെ ചെറിയ പൊടിക്കൈ കൂടിയുണ്ട്. നമ്മൾ ഒരു കടായിൽ ഇതുപോലെ ഒരു 2 സ്പൂൺ വിനാഗിരി, ആ വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ചൂടോടെ ആ വിനാഗിരി ഇതിലൊഴിച്ച് ഇതേപോലെ വെള്ളമില്ലാത്ത പാത്രത്തിൽ അടച്ച് വെച്ച് നമ്മൾക്ക് അയച്ചു കൊടുക്കാം. എത്ര കാലം വേണമെങ്കിലും ആ അച്ചാർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലല്ലോ ഉണ്ടാക്കിയിട്ട്. ഒരു സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കുറവോ കൂടുതലോ? സ്വല്പം ഇതിൻ്റെ കുറവുണ്ട്. ഒരു അര ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കണം. അതുപോലെ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. വളരെ കുറച്ച് കേട്ടോ, ഒരുപാടല്ല. കായത്തിൻ്റെ കുറവിത്തിരി തോന്നി, അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി ഇതും കൂടി അതിൻ്റെ കൂടെ പിടിക്കണ വരെ നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിനി ഇത് നന്നായി ഇളക്കി ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇനി ഇതിൽ അധികം എരിവ് വേണ്ട എന്നുള്ളവർക്ക് 3 സ്പൂൺ എന്നുള്ളത് 2 സ്പൂൺ ആക്കിയിട്ട് കുറയ്ക്കാം. അതല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണവും കുറയ്ക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഇതിനെ മാറ്റി ചെയ്യാം. അപ്പോൾ വനിതം ഓണസദ്യയുടെ അടുത്തൊരു വിഭവം നല്ല ഒരു നാരങ്ങ അച്ചാറുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും.